Good morning. This is Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing final year MBBS in AIMS Nagpur. In നമ്മൾ മിനറൽ ന്യൂട്രീഷന്റെ ലാസ്റ്റ് പാർട്ടിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പോവാണ്. വിൽ കണ്ടിന്യൂ വിത്ത് ദ ക്വസ്റ്റ്യൻസ്. ലോങ് ക്വസ്റ്റ്യൻസിന്റെ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ എസെൻഷ്യൽ എലമെന്റ്സ് ഫോർ പ്ലാന്റ്സ്? ഗിവ് ദി ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി. ഹൗ ആർ മിനറൽസ് ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി amount in which they are needed by the plants. എപ്പോഴാണ് നമുക്ക് ഒരു എലമെന്റ് പ്ലാന്റിന് എസെൻഷ്യൽ ആണെന്ന് പറയാൻ പറ്റുന്നത്? ആൻഡ് ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റിയിൽ വരുന്ന പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ്? ആൻഡ് എത്രത്തോളം റിക്വയർമെന്റ് ഉണ്ട് പ്ലാന്റ്സിന് പെർട്ടിക്കുലർ എലമെന്റിന്റെ എന്ന് വെച്ച് എങ്ങനെയാണ് മിനറൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് എൻ എസെൻഷ്യൽ എലമെന്റ്? എന്താണ്? നമുക്കറിയാം പ്ലാന്റ്സിന് ഗ്രോത്ത് നടത്തണം, അതിന്റെ മെറ്റബോളിസം നടത്തണം, അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോ ഇതിനൊക്കെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന, ഫങ്ഷനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ്സിനെയാണ് എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഇനി എസെൻഷ്യൽ എലമെന്റ്സിന്റെ ആബ്സെൻസിൽ എന്ത് കാണാൻ പറ്റും? നമുക്ക് പ്ലാന്റ്സ് സർവൈവ് ചെയ്യില്ല, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യില്ല നമുക്ക് മനസ്സിലാവും. അപ്പോ essential elements are those elements without which plants cannot survive and complete their life cycle. ഇനി ഇത്തരം എലമെന്റ്സിന് ഡെഫിഷ്യൻസി വന്നാൽ എന്ത് പറ്റും? ഡെഫിഷ്യൻസി ഓഫ് ദീസ് എലമെന്റ്സ് ബ്രിങ്സ് അബൌട്ട് മോർഫോളജിക്കൽ ചേഞ്ചസ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ആണ്. ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റിക്ക് നമുക്കറിയാം 3 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പോയിന്റ് ബി എന്താണ്? പ്ലാന്റ്സിന്റെ ഗ്രോത്തിലും റീപ്രൊഡക്ഷനിലും ഒരു മേജർ റോൾ അല്ലെങ്കിൽ വൈറ്റൽ റോള് നമ്മുടെ എലമെന്റ് പ്ലേ ചെയ്യണം. അതായത് അതിന് ഫങ്ഷനിങ്ങിൽ, പ്ലാന്റിന്റെ ഫങ്ഷനിങ്ങിൽ, ബേസിക് മെറ്റബോളിക് പ്രോസസ്സിൽ അത്രയും ഇമ്പോർട്ടന്റ് റോള് എലമെന്റ് പ്ലേ ചെയ്യണം. ഇനി ഇൻ ദി ആബ്സെൻസ് ഓഫ് ദിസ് എലമെന്റ് എന്ത് പറ്റണം? ലൈഫ് സൈക്കിൾ ഓഫ് പ്ലാന്റ്സ് വിൽ നോട്ട് ഗെറ്റ് കംപ്ലീറ്റഡ്. കംപ്ലീറ്റ് ചെയ്യരുത് ഈ എലമെന്റ് നമ്മൾ കൊടുക്കാണ്ടിരുന്നാൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു എലമെന്റിന്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് ക്രൈറ്റീരിയ എന്നുള്ള രീതി നമുക്ക് പറയാം the element is essential to the plant. അപ്പൊ element should play a vital role in growth and reproduction, and life cycle of plants will not get completed without that particular element. ഇനി സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഫങ്ഷണലി ആ എലമെന്റ് യുണീക്ക് ആയിരിക്കണം, ആൻഡ് അത് മറ്റൊരു എലമെന്റും ചെയ്യാത്തൊരു സ്പെസിഫിക് ഫങ്ഷൻ പ്ലാന്റ്സിന് ചെയ്യാനും പറ്റണം. അതായത് ആ എലമെന്റിന് പകരം നമുക്ക് വേറൊരു എലമെന്റ് കൊടുത്താൽ ആ ഫങ്ഷൻ നിറവേറ്റാന്നുള്ള രീതിയിൽ ഉണ്ടാവരുത്. ആ എലമെന്റും ചെയ്യാൻ പറ്റുന്ന സാധനം ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും വേറെ ഒരു എലമെന്റും ചെയ്യരുത്. ഫങ്ഷണലി ദ എലമെന്റ് ഷുഡ് ബി യുണീക്ക്. ഇറ്റ് ഷുഡ് പെർഫോം എ സ്പെസിഫിക് ഫങ്ഷൻ വിച്ച് കനോട്ട് ബി ഡൺ ബൈ അതർ എലമെന്റ്സ്. ഇനി തേർഡ് പോയിന്റ് എന്താണ്? നമ്മുടെ പ്ലാന്റ്സിന്റെ മെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ ഫങ്ഷനിങ്ങിൽ എലമെന്റ് മസ്റ്റ് ബി directly involved, and it should be involved in various anabolic and catabolic reactions involved in life processes. അപ്പോ മെറ്റബോളിസത്തിന് മെയിൻ റോൾ അല്ലെങ്കിൽ വൈറ്റൽ റോൾ പ്ലേ ചെയ്യണം, ഡിറക്റ്റ് ഇൻവോൾവ്മെന്റ് ആയിരിക്കണം, അതിന്റെ ആബ്സെൻസിൽ വേറെ എലമെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിന്റെ ഡെഫിഷ്യൻസി നികത്താൻ നമുക്ക് നോക്കാൻ പറ്റരുത്. ആൻഡ് തേർഡ് പോയിന്റ് എന്തായിരുന്നു? വൈറ്റൽ റോൾ ഇൻ ഗ്രോത്ത് ആൻഡ് റീപ്രൊഡക്ഷൻ. ഇതാണ് ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി ഓഫ് എലമെന്റ്സ്. ഇപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യൽ എലമെന്റ്സ് കാണിക്കണമെങ്കിൽ നോട്ട് റീപ്ലേസബിൾ, അതായത് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അതിന്റെ ഡെഫിഷ്യൻസി മാറരുത്. അതായത് ആ എലമെന്റിന് പകരം വേറൊരു എലമെന്റും അതിന് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടബിൾ ആയിരിക്കരുത്. ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻവോൾവ് ഇൻ മെറ്റബോളിസം ആൻഡ് ഇറ്റ്സ് നെസസറി ഫോർ സർവൈവൽ. ഇത്രയാണ് ക്രൈറ്റീരിയ പറയുന്നത്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്ന ബേസ്ഡ് അപ്പോൺ ദി amount റിക്വയർഡ് ഇൻ പ്ലാന്റ്സ്. എത്രത്തോളം ഓരോ എലമെന്റിന്റെ കോൺസെൻട്രേഷൻ ഇസ് ബീങ് റിക്വയർഡ് ബൈ പ്ലാന്റ്സ്, നമ്മൾ എസെൻഷ്യൽ എലമെന്റ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്ക് 2 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ്സ് ബൈ ദി പ്ലാന്റ്സ്. അതാണ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. ഇനി മാക്രോ ന്യൂട്രിയൻസ് എന്താണ്? മാക്രോ അതായത് നല്ലൊരു വലിയ എമൗണ്ടിൽ പ്ലാന്റ്സിന് റിക്വയർമെന്റ് ഉണ്ട് എങ്കിൽ അതിനെ മാക്രോ ന്യൂട്രിയൻ എന്ന് വിളിക്കാം. മൈക്രോ ന്യൂട്രിയൻ ആണെങ്കിൽ ചെറിയ എമൗണ്ടിൽ മാത്രം റിക്വയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ എന്ന് വിളിക്കാം. ഇനി എത്രത്തോളം എമൗണ്ട്, അതായത് ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ലിമിറ്റ് വേണമല്ലോ. ഇതിന് അബവ് ആണെങ്കിൽ
മാക്രോ ന്യൂട്രിയന്റ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിന് ബിലോ ആണെങ്കിൽ മൈക്രോ ന്യൂട്രിയന്റ്. ആ ലിമിറ്റിംഗ് കോൺസെൻട്രേഷൻ ആണ് 10 millimole per kg of dry matter. ഇനി ഇതിന്റെ എക്സസ് ആണെങ്കിൽ, ഇതിനും എക്സസ് ആണ് റിക്വയർമെന്റ് എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? മാക്രോ ന്യൂട്രിയൻ വിളിക്കാം. ഇതിനും കുറവില് ആണ് റിക്വയർമെന്റ് എങ്കിൽ മൈക്രോ ന്യൂട്രിയൻ വിളിക്കാം. ഇനി എക്സാമ്പിൾസ് പഠിക്കണം മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസിലെ. അതെങ്ങനെയെങ്കിലും ന്യൂമോണിക് വെച്ച് എന്തായാലും അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം. ഇത്രയും എന്താണ് മാക്രോ ന്യൂട്രിയൻസ് ആണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ പോലും വിടാണ്ട് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കുന്നത് നെസസറി ആണ്. ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ആണെങ്കിൽ അയൺ, മാംഗനീസ്, കോപ്പർ, മോളിബ്ഡിനം, സിങ്ക്, ബോറോൺ, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഇത്രയും എണ്ണം വെച്ച് ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. മാക്രോ എലിമെന്റ്സ് എന്താണ്, മാക്രോ ന്യൂട്രിയൻസ് എന്താണ്, മൈക്രോ ന്യൂട്രിയൻസ് എന്താണ് നമ്മൾ കണ്ടു. ഇത്രയാണ് ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത്. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾസ് ഡിസ്ക്രൈബ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് എസെൻഷ്യൽ എലിമെന്റ്സ് ബേസ്ഡ് ഓൺ ദി ഫംഗ്ഷൻ ദേ പെർഫോം. ഇപ്പൊ നമ്മൾ കണ്ടു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി amount റിക്വയർഡ് ബൈ ദി പ്ലാന്റ്സ്. ഇനി ബേസ്ഡ് ഓൺ ദി ഫംഗ്ഷൻ ദേ പെർഫോം എങ്ങനെയാണ് നമുക്ക് എസെൻഷ്യൽ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ എത്ര ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം? 4 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ഡിപ്പെൻഡിങ് ഓൺ ദി ഫങ്ഷൻസ് പെർഫോംഡ്. അതിൽ ഓരോ ടൈപ്പും എന്തൊക്കെയാണ്? ഒന്ന് സ്ട്രക്ചറൽ കോമ്പണൻസ്, രണ്ടാമത്തത് കോമ്പണൻസ് ഓഫ് എനർജി റിലേറ്റഡ് കമ്പൗണ്ട്സ്, തേർഡ് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ഓഫ് എൻസൈംസ്, ഫോർത്ത് മെയിൻറ്റെയിനിങ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. ഈ ഓരോ ഫങ്ഷൻസും ചെയ്യുന്ന എലമെന്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇനി ഫസ്റ്റ് തിങ് സ്ട്രക്ചറൽ കമ്പൗണ്ട്സിൽ എന്തൊക്കെ വരും? സ്ട്രക്ചറൽ കോമ്പണന്റിൽ എസെൻഷ്യൽ എലമെന്റ്സ് ലൈക്ക് കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ ഒക്കെ എങ്ങനെയാണ്? ബേസിക് ബയോമോളിക്യൂൾസ് ആണ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദി സെല്ലുലാർ കോമ്പണൻസ്. സെല്ലില് ഏറ്റവും ബേസിക് ആയിട്ട് റിക്വയർഡ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. ഈ എലമെന്റ്സിന് വേറൊരു എലമെന്റിനാലും റീപ്ലേസബിൾ അല്ല. ആൻഡ് ബേസിക് മെറ്റബോളിസത്തിൽ സെല്ലിന്റെ ഫംഗ്ഷനിങ്ങിൽ റിക്വയർഡും ആണ്, സർവൈവലിന് നെസസറി ആണ്. ദീസ് ബയോമോളിക്യൂൾസ് ഇൻക്ലൂഡ്സ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ബേസിക് മെറ്റബോളിസത്തിൽ അടങ്ങുന്ന ബയോമോളിക്യൂൾസിന്റെ സിന്തസിസിന് വേണ്ട എലിമെന്റ്സ് എന്നുള്ള രീതിയിൽ സ്ട്രക്ചറൽ കോമ്പണൻസ് ആയിട്ട് കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ നമ്മൾ കണ്ടു. ഇനി ഒരു ബേസിക് അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ സ്ട്രക്ചറിൽ ഇൻവോൾവ് ചെയ്യുന്ന എല്ലാ എലിമെന്റ്സിനാണ് നമ്മളിവിടെ സ്ട്രക്ചറൽ കോമ്പണൻസിന്റെ അണ്ടറിൽ നമ്മളിപ്പോ കണ്ടത്. ഇനി എനർജി റിലേറ്റഡ് കമ്പൗണ്ട്സിൽ എന്തൊക്കെയാണ് വരുന്നത്? എന്താണ്? വാട്ട് ആർ ദി കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് എനർജി റിലേറ്റഡ് മോളിക്യൂൾസ്? ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഫോസ്ഫറസ്, ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം എന്താ? പ്രസന്റ് ഇൻ ATP നമുക്ക് ഫോസ്ഫറസിനെ കാണാൻ പറ്റും. അപ്പൊ എനർജി കറൻസി നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് ഫോസ്ഫറസ് ഇസ് ഇമ്പോർട്ടന്റ് കോമ്പണന്റ് ഓഫ് എനർജി റിലേറ്റഡ് കമ്പൗണ്ട്സ്. ഇനി സെക്കൻഡ് എന്താണ്? നമുക്കറിയാം പ്ലാന്റ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ക്ലോറോഫിൽ. ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം പൊട്ടാഷ്യത്തിന്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലിമെന്റ് ആണ് മാഗ്നീഷ്യം. അപ്പൊ അതാണ് എനർജി റിലേറ്റഡ് കമ്പൗണ്ട്സിലെ സെക്കൻഡ് ഇമ്പോർട്ടന്റ് എലിമെന്റ്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ഓഫ് എൻസൈംസ് ആയിരുന്നു. അതെന്താണ്? എസെൻഷ്യൽ എലിമെന്റ്സ് ആക്ടിങ് ആസ് ഇൻഹിബിറ്റേഴ്സ് ഓർ ആക്ടിവേറ്റേഴ്സ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾ കാണാൻ പറ്റുന്നത് ആരൊക്കെ? ഫസ്റ്റ് മാഗ്നീഷ്യം. കാരണം എന്താ? നമുക്കറിയാം കാൽവിൻ സൈക്കിളിലെ എൻസൈംസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോ ഫാക്ടർ ആണ് മാഗ്നീഷ്യം. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് ആയാലും റിബുലോസ് ബിസ് ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിഡനേസ് ആയാലും ഇത്തരം എൻസൈംസിന്റെ ആക്ടിവേറ്റർ ആണ് മാഗ്നീഷ്യം. ഇനി സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് സിങ്ക്. സിങ്ക് ഏതിനാണ്? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന്റെ ആക്ടിവേറ്റർ ആണ് സിങ്ക്. ഇനി നമുക്ക് നൈട്രജൻ ഫിക്സേഷൻ പഠിച്ചപ്പോ അതില് ആക്റ്റീവ് റോൾ പ്ലേ ചെയ്യുന്ന എൻസൈം ഏതായിരുന്നു? നൈട്രോജനേസ് ആയിരുന്നു. ആൻഡ് നൈട്രോജനേസ് ഇസ് എ മോളിബ്ഡിനം Fe പ്രോട്ടീൻ. അപ്പൊ മോളിബ്ഡിനും ഏതന്നെയാണ്? ഇൻഹിബിറ്റേഴ്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റേഴ്സിന്റെ ഇതിൽ അണ്ടറിൽ വരുന്നതാണ്. ഇറ്റ് ഇസ് എൻ ആക്ടിവേറ്റർ ഓഫ് എൻസൈം നൈട്രോജനേസ്. ഇനി ഫോർത്ത് ക്ലാസിഫിക്കേഷൻ മെയിൻറ്റെയിനിങ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ. എങ്ങനെയാണ്? ഏതൊക്കെ എലിമെന്റ്സ് ആണ് ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? ഏറ്റവും ഇമ്പോർട്ടന്റ്ലി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ. എങ്ങനെയാണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമേറ്റ നടക്കണമെങ്കിൽ
നമുക്ക് സെല്ലിലെ അല്ലെങ്കിൽ സ്റ്റൊമേറ്റയിൽ അല്ലെങ്കിൽ ഗാർഡ് സെൽസിലെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യലും ടേർജിഡിറ്റി ഓഫ് സറൗണ്ടിങ് ഗാർഡ് സെൽസ് ഒക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എലമെന്റ് ആണ് പൊട്ടാഷ്യം. അപ്പൊ ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്ന പൊട്ടാഷ്യം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ പൊട്ടാഷ്യം എങ്ങനെയാണ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബൈ ഇറ്റ്സ് ഗോയിങ് ഇൻ അല്ലെങ്കിൽ കമ്മിങ് ഔട്ട് എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് നമുക്കറിയാം, ബേസിക്കലി ഗാർഡ് സെൽസിൽ വാട്ടർ കണ്ടന്റ് കൂടിയാൽ അത് ടേർജിഡ് ആവും. ടേർജിഡ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? പതുക്കെ ഓപ്പൺ ആവും ഗാർഡ് സെൽസ്. ഇനി അതേസമയം വെള്ളം പുറത്തേക്കാണ് പോകുന്നെങ്കിൽ ഫ്ലാസിഡ് ആവും. ഫ്ലാസിഡ് ആവുന്ന ഗാർഡ് സെൽസിൽ എങ്ങനെയാണ്? സ്റ്റൊമേറ്റന്റെ പോറ് വിൽ ബി ക്ലോസ്ഡ്. അപ്പൊ ഇതിന്റെ വാട്ടറിന്റെ മൂവ്മെന്റിനോട് കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് പൊട്ടാഷ്യം ഇവിടെ ചെയ്യുന്നത്. ഈ വാട്ടറിന്റെ മൂവ്മെന്റ് അക്കോർഡിംഗ്ലി ടു മെയിൻറ്റെയിൻ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ ആൻഡ് ടേർജിഡിറ്റി ഓഫ് ഗാർഡ് സെൽസ്. അങ്ങനെ അത് മെയിൻറ്റെയിൻസ് ദി ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ ഇൻസൈഡ് ദി ഗാർഡ് സെൽസ്. അപ്പോ ഒന്നുകൂടി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണെങ്കിൽ, ക്ലാസിഫിക്കേഷൻ നമ്മൾ 4 തരം പറഞ്ഞു. സ്ട്രക്ചറൽ കോമ്പണന്റ് ആയിട്ട് ആൻഡ് എനർജി റിലേറ്റഡ് കമ്പൗണ്ടിന്റെ കോമ്പണന്റ് ആയിട്ട്, ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആക്ടിവേറ്റേഴ്സ് ആയിട്ട്, ഇനി ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ മെയിൻറ്റെയിനിങ് ആയിട്ട് ഉള്ള എലിമെന്റ്സ് നമ്മൾ കണ്ടു വിത്ത് എക്സാമ്പിൾസ്. സ്ട്രക്ചറൽ കോമ്പണന്റ്സ് എന്തോ കണ്ടു? കാർബൺ, നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ being playing a very important role in biomolecule synthesis like carbohydrates, proteins, lipids and nucleic acid. എനർജി റിലേറ്റഡ് കമ്പൗണ്ട്സ് നമ്മൾ കണ്ട എന്താ? ഫോസ്ഫറസ് കണ്ടു ആൻഡ് മാഗ്നീഷ്യം കണ്ടു ഇൻ ക്ലോറോഫിൽ ആസ് എ പാർട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇൻഹിബിറ്റേഴ്സ് ആൻഡ് ആക്ടിവേറ്റേഴ്സിൽ നമ്മൾ അഗെയിൻ കണ്ടു, മാഗ്നീഷ്യം കണ്ടു, സിങ്ക് കണ്ടു, മാഗ്നീഷ്യം, സിങ്ക് ആൻഡ് മോളിബ്ഡേനം കണ്ടു. ഓസ്മോട്ടിക് കോൺസെൻട്രേഷൻ പൊട്ടാഷ്യം ആയിട്ടും എക്സാമ്പിൾ കണ്ടു. ഇത്രയാണ് 4th ക്വസ്റ്റ്യന്റെ ആൻസർ. 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന, we know that plants require nutrients. If we supply these in excess, will it be beneficial to the plants? If yes, how? If no, why? അപ്പൊ പ്ലാന്റ്സിന് ന്യൂട്രിയൻ റിക്വയർമെന്റ് എന്ന് അറിയാം. എത്രത്തോളാണ് റിക്വയർമെന്റ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എത്രയെങ്കിലും എമൗണ്ട് ആയാലും ഇതിന്റെ റിക്വയർമെന്റ് മെറ്റായി നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് നമുക്ക് ഏത് നേരം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരുന്നത്? ന്യൂട്രിയൻസ് എലമെന്റ്സ് പ്ലാന്റ്സിന് ഓരോ ഫംഗ്ഷനിങ്ങിന് വേണ്ടി ആവശ്യമുണ്ട് ഫോർ ഇറ്റ്സ് ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, അതർ ഫംഗ്ഷൻ. ഇനി ബീങ് എ പാർട്ട് ഓഫ് ബയോമോളിക്യൂൾസ്, അത് സ്ട്രക്ചറൽ കോമ്പണന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് ബയോകെമിക്കൽ റിയാക്ഷൻസിൽ എൻസൈമിന്റെ കാറ്റലിസ്റ്റ് ആയിട്ട്, കോ ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ എനർജി റിലേറ്റഡ് കമ്പൗണ്ട്സിന്റെ പാർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി എല്ലാ എലമെന്റ്സും ഒരു നാരോ റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ്? എല്ലാത്തിന്റെയും കോൺസെൻട്രേഷൻ ഒരു നാരോ റേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഈ നാരോ റേഞ്ചിന് കുറവാണ് പ്രൊവൈഡഡ് കോൺസെൻട്രേഷൻ എങ്കിൽ, അതായത് ദ കോൺസെൻട്രേഷൻ ഓഫ് എലമെന്റ് ബിലോ വിച്ച് എന്ത് പറ്റും? കുറവാണെങ്കിൽ പ്ലാന്റ് ഗ്രോത്തിന് റിട്ടാർഡേഷൻ സംഭവിക്കും. അപ്പോൾ റിട്ടാർഡഡ് ആവും പ്ലാന്റ് ഗ്രോത്ത്, സ്റ്റണ്ടഡ് ഗ്രോത്ത് ആവും. അപ്പോൾ ആ എമൗണ്ട് ബിലോ വിച്ച് പ്ലാന്റ് ഗ്രോത്ത് ഇസ് റിട്ടാർഡഡ്, അതിന് നമ്മൾ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നു. ആൻഡ് ഈ വാക്ക് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? എത്രത്തോളം മിനിമം ലെവല് നമുക്ക് സപ്ലൈ ചെയ്ത് കൊടുക്കാം, സോ ദാറ്റ് ദ പ്ലാന്റ് ഇസ് നോട്ട് റിട്ടാർഡഡ്. അപ്പൊ അതാണ് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇനി ബിലോ ദി കോൺസെൻട്രേഷൻ ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്ലാന്റ് ഗ്രോത്ത് ഇസ് റിട്ടാർഡഡ്. അതോടുകൂടെ തന്നെ ഡെഫിഷ്യൻസി സിംറ്റംസും പ്ലാന്റ്സ് കാണിക്കാൻ തുടങ്ങും. ഇനി ഇഫ് പ്രസന്റ് ഇൻ ലാർജ് അമൗണ്ട്സ്, അതായത് above their critical concentration, ആ നാരോ റേഞ്ചിന്റെ കുറെ കൂടുതൽ നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുത്താൽ എന്ത് പറ്റും? ടോക്സിസിറ്റിയിലേക്ക് പോകും. അപ്പൊ കുറവാണെങ്കിൽ റിട്ടാർഡഡ് ആവും, കൂടുതലാണെങ്കിൽ ടോക്സിക് ആവും. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഒരു നാരോ റേഞ്ചിലാണ് എൻസൈംസ് അല്ല, നാരോ റേഞ്ചിലാണ് എലമെന്റ്സിന്റെ കോൺസെൻട്രേഷൻ വെച്ച് വർക്ക് ചെയ്യുന്നത് ഇൻ പ്ലാന്റ്സ്. ഇനി നമ്മൾ പറഞ്ഞു ഡെഫിഷ്യൻസി വന്നാല്, അല്ലെങ്കിൽ എമൗണ്ട് ക്രിട്ടിക്കൽ കോൺസെൻട്രേഷന് താഴോട്ട് പോലെ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണും. അപ്പൊ അതേപോലെ തന്നെ അബവ് ദയർ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ ടോക്സിസിറ്റി കാണുമ്പോൾ അതിന്റെ നമുക്ക് കാണുന്ന പാരന്റ് ടു ആർ ഐസ് ആയിട്ടുള്ള സിംറ്റംസ് എന്താണ് കാണിക്കാന്നുള്ളത്. ഏതാണ്? ഓഫൺ ടോക്സിറ്റി ഓഫ് എൻ എലമെന്റ് എങ്ങനെയാണ് പ്ലാന്റ്സിനെ നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? ഒന്നാമത്തത്, ഇറ്റ് ഇൻഹിബിറ്റ്സ് ദി അപ്ടേക്ക് ആൻഡ് ഫങ്ഷണാലിറ്റി ഓഫ് അതർ എലമെന്റ്സ്. ഒന്ന് കൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന്റെ അപ്ടേക്കും അതിന്റെ ഫങ്ഷൻസിനെയും ഇന്റർഫിയർ ചെയ്യും. ആൻഡ് അതിന്റെ അപ്ടേക്കും കാര്യങ്ങളൊക്കെ കുറച്ച് അതിന്റെ ഡെഫിഷ്യൻസി സൈൻസും കൂടി കാണിക്കാൻ തുടങ്ങും നമ്മുടെ പ്ലാന്റ്.
ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിച്ചാണ് മാംഗനീസിന്റെ എക്സാമ്പിൾ, മാംഗനീസ് ടോക്സിറ്റിന്റെ കേസിൽ എന്ത് പറ്റും? ഇറ്റ് ഇൻഹിബിറ്റ് ദി അപ്ടേക്ക് ഓഫ് അയൺ ആൻഡ് മാഗ്നീഷ്യം. കാരണം എന്താ? അതിനോട് കമ്പീറ്റ് ചെയ്യുന്നു ഫോർ ഇറ്റ്സ് അപ്ടേക്ക്. ആൻഡ് ഫൈനലി മാംഗനീസ് ചെയ്യുമ്പോൾ അയണും മാഗ്നീഷ്യം അപ്ടേക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ അബ്സോർബ്ഡ് ആവുന്നില്ല, അസിമുലേറ്റ് ആവുന്നില്ല, യൂട്ടിലൈസ്ഡ് ആവുന്നില്ല, ലീഡിങ് ടു ദെയർ ഡെഫിഷ്യൻസി. ആൻഡ് ഇത് കൂടാണ്ട് അപ്ടേക്കും തടഞ്ഞു. ആൻഡ് നെക്സ്റ്റ് തിങ്, മാഗ്നീഷ്യം ബൈൻഡ് ചെയ്തിട്ട് വേണം, കോ ഫാക്ടർ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ട് വേണം എങ്ങനെ നോർമൽ ഫിസിയോളജി മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ അതും കമ്പീറ്റ് ചെയ്ത് പ്രിവെന്റ് ചെയ്യാണ്, ഹാമ്പറിങ് പ്ലാന്റ് ഫിസിയോളജി. ഇനി തേർഡ് തിങ്, ട്രാൻസ്ലൊക്കേഷൻ ഓഫ് കാൽഷ്യം ഇൻ ഷൂട്ട് അപ്പെക്സ്. ഷൂട്ട് അപ്പെക്സിലേക്ക് കാൽഷ്യം എത്തണം. കാരണം എന്താ? കാൽഷ്യം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ കോമ്പണന്റ്. അപ്പൊ കാൽഷ്യം ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ട്രാൻസ്ലൊക്കേഷൻ അതും എഫക്റ്റഡ് ആവാണ്, ഇന്റർഫിയർഡ് ആവാണ്, ആൻഡ് റിസൾട്ടിങ് ഇൻ ഇംപ്രോപ്പർ യൂട്ടിലൈസേഷൻ ഇൻ ദി പ്ലാന്റ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് എഫക്ട്സ് ഓഫ് ടോക്സിറ്റിന്റെ താഴെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ മാംഗനീസ് ടോക്സിറ്റി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്ത്? ബ്രൗൺ സ്പോട്സ് കാണാൻ പറ്റും ഇൻ മാംഗനീസ് ടോക്സിറ്റി സറൗണ്ടഡ് ബൈ ക്ലോറോട്ടിക് വെയിൻസ്. ക്ലോറോട്ടിക് എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ കളർ നഷ്ടപ്പെട്ട് കുറച്ച് യെല്ലോ കളർ വരും. അതായത് ഡ്യൂ ടു ലാക്ക് അല്ലെങ്കിൽ കുറച്ചൊരു ആബ്സെൻസ് ഓഫ് ക്ലോറോഫിൽ പിഗ്മെന്റ്. അപ്പൊ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സസ് ഓഫ് എൻ എലമെന്റ് നമുക്ക് ഒരിക്കലും സപ്ലൈ ചെയ്തോണ്ടേ ഇരിക്കാൻ പറ്റില്ല. ആൻഡ് കാരണം എന്താ? നാരോ റേഞ്ചിലാണ് എലമെന്റ് കോൺസെൻട്രേഷൻ വർക്ക് ചെയ്യുന്നത്. എക്സസ് ആയാൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ടോക്സിസിറ്റി, ഹാമ്പറിംഗ് പ്ലാന്റ് ഗ്രോത്ത്. ഇത്രയാണ് 5th ക്വസ്റ്റ്യൻ ആൻസർ. ഇനി 6th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ട്രേസ് ദി ഇവന്റ്സ് സ്റ്റാർട്ടിംഗ് ഫ്രം ദി കമ്മിങ് ഇൻ കോൺടാക്ട് ഓഫ് റൈസോബിയം ടു എ ലെഗ്യുമിനസ് റൂട്ട് ടിൽ നോഡ്യൂൾ ഫോർമേഷൻ. ആഡ് എ നോട്ട് ഓൺ ഇമ്പോർട്ടൻസ് ഓഫ് ലെഗ് ഹീമോഗ്ലോബിൻ. എങ്ങനെയാണ് ബേസിക്കലി റൈസോബിയം വന്ന് ഇൻഫെക്ട് ചെയ്യുന്നത്, അവരുടെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് വിത്ത് ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് എങ്ങനെയാണ് നടക്കുന്നത്, ആൻഡ് ഹോൾ പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ്? നമുക്കറിയാം സോയിലാണ് എല്ലാത്തരം ബാക്ടീരിയയും റിസൈഡ് ചെയ്യുന്നത്. ആൻഡ് സോയിലിൽ തന്നെയാണ് നമ്മുടെ പ്ലാന്റിന്റെ റൂട്ടും, ലെഗ്യുമിനസ് പ്ലാന്റ്സ് ആയാലും ഏത് പ്ലാന്റ്സ് ആയാലും അതിന്റെ റൂട്ട് സ്ഥിതി ചെയ്യുന്നതും. ആൻഡ് നമ്മുടെ ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്, അത് സർട്ടൻ കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുന്നു. അപ്പോ ആ ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ട് സെക്രീറ്റ് ചെയ്യുന്നു സർട്ടൻ കെമിക്കൽസ്. ആ കെമിക്കൽസിനെ ആര് അട്രാക്ട് ചെയ്യുന്നു? നമ്മുടെ റൈസോബിയം എന്ന് പറയുന്ന ബാക്ടീരിയ അട്രാക്ട് ചെയ്യുന്നു ആൻഡ് കംസ് ആൻഡ് സറൗണ്ട്സ് നിയർ ദി റൂട്ട് ഹെയർ. അപ്പോ ബാക്ടീരിയ സറൗണ്ട് ചെയ്ത് റൂട്ട് ഹെയർ ആൻഡ് അവിടുന്ന് അവരുടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. മൾട്ടിപ്ലിക്കേഷൻ ഇസ് ബീങ് സ്റ്റിമുലേറ്റഡ്. അപ്പോ ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന കെമിക്കൽ സിഗ്നൽസിനെ നമ്മൾ ഫ്ലേവനോയിഡ്സ് എന്ന് പറയുന്നു. ആൻഡ് ആദ്യം റൂട്ട് ഹെയർ സറൗണ്ടഡ് ബൈ റൈസോബിയം, അട്രാക്ട് ചെയ്തു, റൈസോബിയം കൊണ്ട് സറൗണ്ട് ചെയ്തു, പതുക്കെ ബാക്ടീരിയ അവിടുന്ന് സ്റ്റിമുലേറ്റഡ് ആയി ടു മൾട്ടിപ്ലൈ ആസ് പ്ലാന്റ് റൂട്ട്സ് ഫ്ലേവനോയിഡ്സ് റിലീസ് ചെയ്യുന്നതിലൂടെ. ഇനി മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു എന്ത് പറ്റും? ബാക്ടീരിയ സറൗണ്ട് ചെയ്ത്, ഈ പിക്ചറിൽ നോക്കി നമുക്ക് മനസ്സിലാവും ആദ്യം 3 ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കംപ്ലീറ്റ്ലി സറൗണ്ട് ചെയ്യും. ഇൻക്രീസ് ഇൻ നമ്പർ, മൾട്ടിപ്ലൈ ചെയ്ത് ഇൻക്രീസ് ചെയ്യും നമ്പറിൽ, കംപ്ലീറ്റ്ലി സറൗണ്ട് ചെയ്യുന്നു. ആൻഡ് അവരൊരു കോളനി നിയർ ബൈ ഫോം ചെയ്യുന്നു ആൻഡ് കോളനൈസ് നിയർ ദം. അട്രാക്ഷൻ കാണിക്കുന്ന ഡയഗ്രമാണ് ഈ തന്നിരിക്കുന്നത്. എങ്ങനെ? റൂട്ട് ഹെയറിന്റെ അതിന് സറൗണ്ടഡ് ആയി ചില കെമിക്കൽസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേളിംഗ് ഓഫ് റൂട്ട് ഹെയർ. കോളനൈസേഷൻ നടന്നു. ഇനി പതുക്കെ റൂട്ട് ഹെയർ ഗെറ്റ്സ് കേൾഡ്. ഇങ്ങനെ ഇൻവേർഡ് കേളിംഗ് ചെയ്യാണ്. എന്നിട്ട് എന്ത് പറ്റും? കേളിംഗ് ചെയ്ത ഉടനെ നമ്മുടെ റൂട്ട് ഹെയറിന്റെ ഉള്ളിലേക്ക് ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഇസ് ഫോം. ഈ ടേം ഇമ്പോർട്ടന്റ് ആണ്, ഇൻഫെക്ഷൻ ത്രെഡ്. ഇനി ഈ ഇൻഫെക്ഷൻ ത്രെഡ് റൂട്ട് ഹെയറിന്റെ അറ്റം തൊട്ട് ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു ദി കോർട്ടെക്സ്, അതായത് റൂട്ടിന്റെ ലെയറിന്റെ കോർട്ടിക്കൽ സെൽസ് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആൻഡ് ഇതാണ് ദ പാത്ത് ത്രൂ വിച്ച് റൈസോബിയം എൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവേഡ്സ് ദി കോർട്ടെക്സ്. ഇൻഫെക്ഷൻ ത്രെഡ് ഒരു വഴി പോലെ ഫോം ചെയ്യുന്നു. ആ വഴി കയറി നമ്മുടെ റൈസോബിയം പതുക്കെ മൂവ് ചെയ്യുന്നു ടുവേർഡ്സ് ദി കോർട്ടിക്കൽ സെൽസ്. എൻട്രി കാണിക്കുന്ന ഡയഗ്രാം ആണിത്. ഇൻഫെക്ഷൻ ത്രെഡ് ഇവിടെ റെഡ് കളറിൽ കാണിച്ചിട്ടുണ്ട്, ഗ്രീൻ കളറിൽ റൈസോബിയം സറൗണ്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡയഗ്രത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാ റൈസോബിയം ഈ ഇൻഫെക്ഷൻ ത്രെഡിന്റെ ഉള്ളിൽ കയറി മൂവ് ചെയ്യാണ്. ഇനി ഈ ഡയഗ്രം നോക്കിയറിയാം റൈസോബിയം പതുക്കെ ഉള്ളിലെത്തി കോർട്ടിക്കൽ സെൽസ് എത്തിക്കഴിഞ്ഞു. ഇനി കോർട്ടിക്കൽ സെൽസ് എത്തിക്കഴിയുമ്പോൾ ആദ്യം ഇങ്ങനത്തെ ഒരു കളറിലായിരുന്നു കോർട്ടിക്കൽ സെൽസ്. പക്ഷെ ഇപ്പൊ ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്ത ശേഷം നോക്കുമ്പോൾ ഇവിടെ ഒരു കളർ ചേഞ്ച്,
അല്ലെങ്കിൽ മോർഫോളോജിക്കൽ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതെന്താ നമുക്ക് നോക്കാം. അപ്പോ ഇൻവേഷൻ ഓഫ് കോർട്ടെക്സ് നടന്നു കഴിഞ്ഞു, ലീഡ്സ് ടു ഡിഫറൻസിയേഷൻ ഓഫ് കോർട്ടിക്കൽ സെൽസ്. എന്തിലേക്ക് ഡിഫറൻസിയേഷൻ നടക്കും? ആദ്യം ഉണ്ടായ നോർമൽ കോർട്ടിക്കൽ സെൽ upon the presence of rhizobium bacteria has become specialized nitrogen fixing cells. Specialized nitrogen fixing cells ആവുന്നു. ആൻഡ് നൈട്രജൻ ഫിക്സ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ നൊഡ്യൂൾ ഫോർമേഷൻ വരികയാണ്. ആൻഡ് ഈ നൊഡ്യൂൾ എന്ത് ചെയ്യും? അതൊക്കെ എൻലാർജ് ചെയ്യും ആൻഡ് എക്സ്റ്റെൻഡ് ചെയ്യും ആൻഡ് അടുത്ത പെരി സൈക്കിൾ വരെ ഇൻവേഡ് ചെയ്ത് തുടങ്ങും. അഡീഷണലി അത് പുറത്തേക്കും പ്രൊട്രൂഡ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ റൂട്ട്സിൽ പുറത്തുനിന്ന് നോർമൽ ഐസ് കൊണ്ട് നോക്കിയാൽ നമുക്ക് ചെറിയ ബൾജിങ് അല്ലെങ്കിൽ സ്വെല്ലിംഗ് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇറ്റ് ഓൾസോ പ്രൊട്രൂഡ്സ് ഔട്ട്വേർഡ്സ് ആൻഡ് ഇൻവേർഡ്സ്, ഇൻവേഡിങ് പെരി സൈക്കിൾ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇൻവേഷൻ കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നു? ഫോർമേഷൻ ഓഫ് വാസ്കുലർ കണക്ഷൻസ്. അതെങ്ങനെയാണ്? ബാക്ടീരിയ ഇൻസൈഡ് ദി നൊഡ്യൂൾസ് പതുക്കെ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യാൻ തുടങ്ങും. ആൻഡ് ഈ നൈട്രജൻ ഡെറിവേറ്റീവ്സ് നമുക്കറിയാം എന്ത് ഫംഗ്ഷൻ ആണ് വന്നിരിക്കുന്നത്, അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യണം, പ്ലാന്റ്സിന് ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പൊ പ്ലാന്റ്സിന്റെ ട്രാൻസ്പോർട്ടിങ് ആയിട്ടുള്ള ചാനൽ എന്ന് പറയുന്നത് സൈലം ആണ്. അപ്പൊ ആ ട്രാൻസ്പോർട്ടിങ് ചാനലിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടുന്ന് ഉണ്ടാക്കുന്ന നൈട്രജൻ ഫിക്സേഷൻ കഴിഞ്ഞുണ്ടാക്കുന്ന നൈട്രജൻ ഡെറിവേറ്റീവ്സ് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്ലാന്റ്സിന്റെ സൈലവുമായിട്ടൊരു വാസ്കുലർ കണക്ഷൻസ് അല്ലെങ്കിൽ ഒരു വാസ്കുലർ സിസ്റ്റം അതൊക്കെ ഫോം ചെയ്തെടുക്കാണ്, ലിങ്ക് ചെയ്യാണ്. അപ്പോ through which nitrogen derivatives are discharged and transported throughout the plant. അപ്പോ നൊഡ്യൂൾ ഫോർമേഷൻ സ്റ്റെപ്പ് എന്ന് കണ്ടു. ആദ്യം ഇത്രയായിരുന്നു നൊഡ്യൂൾ പതുക്കെ ഇൻവേഡ് ചെയ്ത് എക്സ്റ്റെൻസീവ് ആയി ഡെവലപ്പ് ചെയ്ത് ഫൈനലി പെരി സൈക്കിൾ വരെ എത്താണ്. ഇവിടെ പെരി സൈക്കിൾ വരെ എത്തി ആൻഡ് പുറത്തേക്കും ചെറിയൊരു സ്വെല്ലിംഗ് അല്ലെങ്കിൽ ബൾജസ് ബീങ് ഫോം. ഈ നൊഡ്യൂൾസ് പെരി സൈക്കിളും ഇൻവേഡ് ചെയ്ത് പോവാണ് ആൻഡ് പുറത്തേക്കും അതേപോലെ തന്നെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കോർഡിംഗ് ടു ഹൗ മച്ച് നൈട്രജൻ ദേ ഫിക്സ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. അതിന് മുമ്പ് നമുക്ക് ഇത്രയും പഠിച്ചൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ത് പറ്റി? റൈസോബിയത്തിനെ അട്രാക്ട് ചെയ്യുന്നു, സറൗണ്ട് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് കഴിഞ്ഞ് കേർലിംഗ് ഓഫ് റൂട്ട് ഹെയർ നടക്കുന്നു, ഫോർമേഷൻ ഓഫ് ഇൻഫെക്ഷൻ ത്രെഡ് നടക്കുന്നു, അത് കഴിഞ്ഞ് ഇൻഫെക്ഷൻ ത്രെഡ് വഴി ഉള്ളിലോട്ട് എത്തിയ റൈസോബിയം ഫോർമേഷൻ ഓഫ് നൈട്രജൻ ഫിക്സിംഗ് സെൽസ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ഓഫ് കോർട്ടിക്കൽ സെൽസ് നടത്തി ഇൻടു സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെൽസ് ആൻഡ് വാസ്കുലർ കണക്ഷൻസ് ഫോം ചെയ്യാണ്. ഇത്രയാണ് മെയിൻ സ്റ്റെപ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്. നോർമൽ ഐസ് കൊണ്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് ചെറിയ ബൾജ് ഫോർമേഷൻ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ നൊഡ്യൂൾ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോ എന്താണ് ലെഗ് ഹീമോഗ്ലോബിന്റെ ഇമ്പോർട്ടൻസ്? നമുക്കറിയാം എന്ത് നൈട്രജൻ ഫിക്സിംഗ് ആയിട്ടുള്ള റൂട്ട്സിൽ എന്ത് വേണം? നൈട്രോജനേസ് വർക്ക് ചെയ്യണം. അപ്പൊ നൈട്രോജനേസ് ആണ് മെയിൻ എൻസൈം. പക്ഷെ നൈട്രോജനേസ് എൻസൈം വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഓക്സിജന്റെ കംപ്ലീറ്റ് ആബ്സെൻസ് ആയിരിക്കണം. ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻആക്ടിവേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ റൂട്ടിലെ നൊഡ്യൂൾസിൽ ഓക്സിജനെ മാറ്റുന്ന ഒരാൾ ആവശ്യമുള്ളൂ. അങ്ങനെ ഓക്സിജൻ സ്കാവഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളാണ് leg hemoglobin, and it protects the enzyme nitrogenase by maintaining an anaerobic environment around it. ഇതാണ് leg hemoglobin ഇമ്പോർട്ടൻസ്. അതിന്റെ ഒരു പിങ്ക് റെഡ് കളർ ഉള്ള പിഗ്മെന്റ് നമുക്ക് ഇവിടെ കാണാനും പറ്റും. ഇനി 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന give the biochemical events occurring in the root nodule of a pulse plant. What is the end product? What is its fate? പൾസ് എന്താണ്? ലെഗ്യൂം ആണ്. അപ്പൊ നമുക്കറിയാം പൾസിനെ ചോദിക്കുന്നത് അതിനകത്ത് എന്താ? ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ എങ്ങനെയാണ് നൈട്രജൻ ഫിക്സേഷൻ നടക്കുന്നതാണ് ബേസിക്കലി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോ റൈസോബിയം നൈട്രോജനേസ് വിച്ച് MOFE പ്രോട്ടീൻ ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ ആൻഡ് ഓക്സിജൻ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ തുടങ്ങാണ്. ആൻഡ് ഡ്യൂറിങ് ഈ നൈട്രജൻ ഫിക്സേഷൻ എന്ത് പറ്റാണ്? ഫസ്റ്റ് നൈട്രജൻ, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ അതിനെ ട്രാപ്പ് ചെയ്ത് അതിനെ റെഡ്യൂസ് ചെയ്യാണ് ടു അമോണിയ ബീങ് ദി എൻഡ് പ്രോഡക്റ്റ്. ആൻഡ് ഇതിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് നൈട്രോജനേസ് ആൻഡ് ഇതിന് ATP യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഈ റിയാക്ഷൻ അറിഞ്ഞിരിക്കണം. നൈട്രജൻ റിയാക്ട് ചെയ്യാണ് 8H plus and 8 electrons plus 16 ATP in the presence of nitrogenase. 2 അമോണിയയുടെ മോളിക്യൂൾ വരെയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു ഹൈഡ്രജൻ 16 ATP plus 16 ഇനോർഗാനിക് ഫോസ്ഫേറ്റ്. ഇതിന്റെ നമ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇത് പലതവണ ക്വസ്റ്റ്യന്റെ ഡാഷ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. ബാലൻസ് ചെയ്യുന്നത് ബേസിക്കലി അറിഞ്ഞിരിക്കണം. റൂട്ട് നൊഡ്യൂൾസിന്റെ ഉള്ളിൽ
ബേസിക്കലി എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്, ഒരു പിക്ചോറിയൽ ഫോമിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം വന്നാണ്. എങ്ങനെ നൈട്രജനെ തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഉള്ളത്, പക്ഷെ അതിനെ 3 times സബ്സീക്വന്റ്ലി റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ആ ട്രിപ്പിൾ ബോണ്ട് ഫൈനലി സിംഗിൾ ബോണ്ട് ആവുന്നു. ആ സിംഗിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് 2 നൈട്രജനെ സെപ്പറേറ്റ് ചെയ്യാണ്, വിത്ത് ഈച്ച് നൈട്രജൻ ക്യാരിയിങ് 3 ഹൈഡ്രജൻ. ഇങ്ങനെയാണ് N2-നെ NH3 ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് നൈട്രോജനേസ്. ഇനി ഇത് ഫ്രീ ആയി കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ട് ആദ്യം നൈട്രോജനേസ് ബൈൻഡ് ചെയ്യുന്നു, ആൻഡ് അഗെയിൻ ദ സെയിം തിങ് റിപ്പീറ്റ്സ്. അപ്പൊ നമ്മൾ എന്തോ കണ്ടു, എൻ പ്രോഡക്റ്റ് കണ്ടു. ഇനി ചോദിച്ചിരിക്കുന്ന എൻ പ്രോഡക്റ്റിന്റെ ഫേറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് എൻ പ്രോഡക്റ്റ് അമോണിയക്ക് ഇനി എന്ത് സംഭവിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അമോണിയ ഉണ്ടായി. ഇനി അമോണിയ നമുക്ക് പ്ലാന്റ്സിന് യൂട്ടിലൈസബിൾ ഫോമിൽ ആക്കി കൊടുക്കണം. അതായത് അമിനോ ആസിഡ് ആണ് മോസ്റ്റ്ലി പ്രിഫേർഡ്. അപ്പൊ അമിനോ ആസിഡിലേക്ക് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ അമിനോ ആസിഡ് സിന്തസൈസ് ചെയ്യണം ഫ്രം അമോണിയ ബൈ പ്രോട്ടോനേഷൻ. ഫസ്റ്റ് അമോണിയം അയൺ ആവുന്നു, ആൻഡ് അതിനെ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ അമിനോ ആസിഡ്സ് ഉണ്ടാവുന്നു, ആൻഡ് ഫൈനലി ആ നൈട്രജൻ ഫ്രം അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫൈനലി പ്ലാന്റ്സിന്റെ അസിമിലബിൾ ഫോമിൽ ആവാണ്. അപ്പൊ അതിന്റെ 2 പ്രോസസ്സാണ് റിഡക്റ്റീവ് ആമിനേഷനും ട്രാൻസ് ആമിനേഷനും. റിഡക്റ്റീവ് ആമിനേഷൻ എന്താണ്, അമോണിയ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ആൻഡ് ഫൈനലി ഗ്ലൂട്ടാമിക് ആസിഡ് ഫോം ചെയ്യുന്നു ഇൻ ദി പ്രസൻസ് ഓഫ് ഗ്ലൂട്ടമേറ്റ് ഡീഹൈഡ്രോജനേസ്. ഈ റിയാക്ഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുന്നത്. അപ്പൊ റിഡക്റ്റീവ് ആമിനേഷൻ എൻ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലൂട്ടമേറ്റ് കിട്ടി, ആൻഡ് ഇതിലൊരു NADP ആവുന്നുണ്ട്. ഈ റിയാക്ഷനും അറിഞ്ഞിരിക്കുക. ഇനി ട്രാൻസ് ആമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇങ്ങനെ ആലോചിക്കുക. ട്രാൻസ് ആമിനേഷൻ അമിനോ ഗ്രൂപ്പിന് എന്തോ ട്രാൻസ്ഫർ പോലെ നടക്കുകയാണ്. അതായത് അമിനോ ഗ്രൂപ്പ് ഇസ് ട്രാൻസ്ഫേർഡ് ഫ്രം നമ്മുടെ അമിനോ ആസിഡ് ഡോണറിൽ നിന്ന് കീറ്റോ ആസിഡ് അക്സെപ്റ്ററിലേക്ക്, ആൻഡ് ഇറ്റ് ഇസ് ബീങ് കാറ്റലൈസ്ഡ് ബൈ എൻസൈം ട്രാൻസ് ആമിനേസ്. ഈ റിയാക്ഷന്റെ പേരിനെയാണ് എൻസൈമും ട്രാൻസ് ആമിനേസ്. അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിളും അറിഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് ഏത്, ഗ്ലൂട്ടാമിക് ആസിഡിനും ഓക്സാലോ അസിറ്റിക് ആസിഡിനും രണ്ടും ഒരു അമിനോ ആസിഡും കീറ്റോ ആസിഡും ആണ്. അതിന്റെ എക്സ്ചേഞ്ച് നടന്ന് ഫൈനലി അസ്പാർട്ടിക് ആസിഡ് ഫോം ചെയ്യണം. ഇതാണ് ട്രാൻസ് ആമിനേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് എക്സാമ്പിൾ. ഇവിടെ തന്നിട്ടുണ്ട് ഒരു അമിനോ ഡോണർ ഉണ്ട്, ഒരു അമിനോ അക്സെപ്റ്റർ ഉണ്ട്, ആൻഡ് ഫൈനലി അത് കീറ്റോ ആസിഡും അമിനോ ആസിഡും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ട്രാൻസാമിനേഷൻ നടന്നു, റിഡക്റ്റീവ് ആമിനേഷൻ നടന്നു. ഇനി എന്താണ് നടക്കുന്നത്, യൂട്ടിലൈസേഷൻ ബൈ ദി പ്ലാന്റ്സ്. അതായത് അമിനോ ആസിഡ്സ് ഫോംഡ് ബൈ റിഡക്റ്റീവ് ആമിനേഷൻ ആൻഡ് ട്രാൻസാമിനേഷൻ, ആൻഡ് ഫൈനലി എന്താവും, ഫൈനലി ദേ ഫോം പ്രോട്ടീൻസ്. ആൻഡ് ഈ പ്രോട്ടീൻ ഫോം ചെയ്ത് നമുക്കറിയാം അമിനോ ആസിഡ് എന്താണ്, കോൺസ്റ്റന്റ് ഓഫ് പ്രോട്ടീൻ ആണ്, അതായത് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. ഈ പ്രോട്ടീൻസ് ആക്ട് ആസ് സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് പ്ലാന്റ്സ്. ഫോർ എക്സാമ്പിൾ തന്നിട്ട് ആസ്പരാജീനും ഗ്ലൂട്ടമീനും അവരെന്ത് ഫോം ചെയ്യുന്നു, aspartic ആസിഡും glutamic ആസിഡും റെസ്പെക്റ്റീവ്ലി ഫോം ചെയ്യാണ് ബൈ ദി അഡിഷൻ ഓഫ് 1 amino group. അതുകൂടാണ്ട് some amides and urates are also formed. ഇനി അത് എക്സ്പോർട്ട് ചെയ്യാൻ ടു അതർ പ്ലാന്റ് പാർട്സ് ത്രൂ ട്രാൻസ്പിരേഷൻ സ്ട്രീം ഫ്രം ദി റൂട്ട് നോഡ്യൂൾസ്. അങ്ങനെ ഒരു പാർട്ടിന് അടുത്ത പാർട്ടിലേക്ക് ട്രാൻസ്പോർട്ടും നടക്കും ആഫ്റ്റർ ദി ഫോർമേഷൻ ഓഫ് amides and urates. ആൻഡ് മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്, they have a high nitrogen to carbon ratio. ഇത് ഒരു പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹൈ നൈട്രജൻ കാർബൺ റേഷ്യോ ഉള്ളതുകൊണ്ടാണ് അവർ ട്രാൻസ്പിരേഷൻ സ്ട്രീമിന്റെ അക്രോസ് എക്സ്പോർട്ടഡ് ആവുന്നത് ടു വേരിയസ് പാർട്സ് ഓഫ് പ്ലാന്റ്. ആർക്കാണ് ഹൈ നൈട്രജൻ കാർബൺ റേഷ്യോ, അമൈഡ്സിനും യൂറേറ്റ്സിനും. ഇത് ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കുക. എങ്ങനെയാണ് അസിമിലേറ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുകയാണ്. അസ്പാർട്ടിക് ആസിഡ് അഡീഷൻ ഓഫ് അമിനോ ഗ്രൂപ്പ് നടക്കുന്നു, ആസ്പരാജീൻ ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈനലി നടന്ന് പ്രോട്ടീൻ ഫോം ചെയ്യുന്നു, സ്ട്രക്ചറൽ കോമ്പണന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഫൈനലി അസിമിലേറ്റ് ചെയ്യുന്നു. ഇത്രയാണ് 7th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി 8th ക്വസ്റ്റ്യൻ, ഹൈഡ്രോപോണിക്സ് ഹാവ് ബീൻ ഷോൺ ടു ബി എ സക്സസ്ഫുൾ ടെക്നിക് ഫോർ ഗ്രോയിങ് ഓഫ് പ്ലാന്റ്സ്, യെറ്റ് മോസ്റ്റ് ഓഫ് ദി ക്രോപ്സ് ആർ സ്റ്റിൽ ഗ്രോൺ ഓൺ ലാൻഡ്. വൈ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ബേസിൽ ചോദിച്ചാൽ ഹൈഡ്രോപോണിക്സ് എന്തുകൊണ്ടാണ് എല്ലാ പ്ലാന്റ്സിനും ഉപയോഗിച്ച് നമ്മൾ നടത്താത്തത്, സ്റ്റിൽ മോസ്റ്റ്ലി ക്രോപ്സും ലാൻഡിലാണ് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ ഹൈഡ്രോപോണിക്സ് ഇത്രയും എക്സ്റ്റെൻസീവ് യൂട്ടിലൈസ് ചെയ്യാത്തതിന്റെ അതിന്റെ റീസൺസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഡ്രോബാക്സ് എന്തുകൊണ്ടാണ് ഡ്യൂ ടു വിച്ച് ഹൈഡ്രോപോണിക്സ് ഇത്ര വൈഡ്ലി യൂസ്ഡ് അല്ലാത്തത്. അപ്പൊ ഫസ്റ്റ് എന്താണ് ഹൈഡ്രോപോണിക്സ് ടെക്നിക് ഓഫ്
ഗ്രോയിങ് ദ പ്ലാന്റ്സ് ഇൻ എ ന്യൂട്രിയന്റ് മീഡിയം, അതായത് ന്യൂട്രിയന്റ് റിച്ച് സൊല്യൂഷനിൽ നമ്മൾ സോയിൽ ലെസ് കൾച്ചർ നടത്തുന്നതിനാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? നമുക്കറിയാം സക്സസ്ഫുൾ ടെക്നിക്കാണ് നമ്മൾ ലെറ്റൂസും അല്ലാണ്ട് ചില പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പ്ലാന്റ്സിന്റെ കൾട്ടിവേഷൻ നടത്താൻ നമ്മൾ ഹൈഡ്രോപോണിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് നോട്ട് വെരി സക്സസ്ഫുൾ ഫോർ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്സ്. അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? ഫസ്റ്റ് തിങ്, ഇനിഷ്യൽ കോസ്റ്റ് ഓഫ് സെറ്റിംഗ് അപ്പ്. ഇത്രയും പോപ്പുലർ ആവണമെങ്കിൽ ഫസ്റ്റ് തിങ് അത്യാവശ്യം കുറവ് പൈസയുള്ള സാധനമായിരിക്കണം. പക്ഷെ ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ഇസ് വെരി 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 ഹൈ ദാൻ നമ്മുടെ ലാൻഡിലുള്ള നോർമൽ കൾട്ടിവേഷൻ. ആൻഡ് ഇതിനോട് കൂടെ തന്നെ only high quality crops that have high market value makes the cultivation economically feasible. അപ്പോൾ വലിയ മാർക്കറ്റ് ഇല്ലാത്ത ക്രോപ്സ് നമ്മൾ ഇതിങ്ങനെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇത് കൾട്ടിവേറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറച്ചായിരിക്കും. കാരണം നമുക്ക് ഓൺ സെല്ലിങ് വലിയ പ്രൈസ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ ഹൈ മാർക്കറ്റ് വാല്യൂ ഉള്ളതിനെ മാത്രമേ ഇതിന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്നെ കട്ട് ഓഫ് ചെയ്യുന്നു മെനി പോസിബിലിറ്റീസ് ഓഫ് ഗ്രോയിങ് നോർമൽ, നമ്മുടെ ഇവിടെയുള്ള നോർമൽ കാണുന്ന ക്രോപ്സിന്റെ കൾട്ടിവേഷൻ ബൈ ഹൈഡ്രോപോണിക്സ്. ഇനി ഇറ്റ്സ് എ കമ്പേഴ്സം പ്രോസസ് ആസ് ഫ്രീക്വന്റ് ഇൻപുട്ട് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് എയർ അലോങ് വിത്ത് പ്രോപ്പർ സർക്കുലേഷൻ ഇസ് റിക്വയർഡ്. നമുക്ക് എപ്പോഴും മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ആ ന്യൂട്രിയൻ സൊല്യൂഷൻ ഏതാണ് കുറവ്, ഏതാണ് കൂടുതൽ, എന്താണ് കൂടുതൽ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും നമ്മൾ ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഭയങ്കര ഇനി such plants grown in laboratory conditions are susceptible to environmental conditions and require special care. നമുക്കറിയാം ഇതൊരു ആർട്ടിഫിഷ്യൽ കണ്ടീഷനിൽ ലബോറട്ടറി കണ്ടീഷൻസിലാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. ആൻഡ് അവർ എൻവയൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ചും നമുക്ക് വേരിയബിലിറ്റി കാണിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻവയൺമെന്റൽ കണ്ടീഷൻ അനുസരിച്ചും സസെപ്റ്റബിലിറ്റി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എക്സ്ട്രാ കെയർ കൊടുക്കണം ആർട്ടിഫിഷ്യൽ കണ്ടീഷനിൽ ആയതുകൊണ്ട്. ഇത്രയാണ് 3 points ഓഫ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്ക് ഹൈഡ്രോപോണിക്സിന്റെ. ഇത്രയും കാരണങ്ങളുണ്ട് നമ്മൾ ഹൈഡ്രോപോണിക്സ് ലാൻഡിലെ സോയിൽ കൾട്ടിവേഷൻ അത്രയും വൈഡ്ലി യൂസ്ഡ് ആയിട്ടില്ല. ഇനി കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ഇൻ സോയിൽ. സോയിൽ എങ്ങനെയാണ് നമുക്കറിയാം, നമ്മൾ ന്യൂട്രിയൻ സൊല്യൂഷൻ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന് എക്സ്റ്റേണലി എല്ലാ ന്യൂട്രിയൻസും ഇട്ട് കൊടുക്കണം. ഒരു പ്ലാന്റിന് എന്തൊക്കെ വേണം അതൊക്കെ സ്റ്റഡി ചെയ്യണം ഫസ്റ്റ്, അതൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ സോയിൽ എങ്ങനെയാണ് ബീങ് ദി റിസർവോയർ ഓഫ് ന്യൂട്രിയൻസ്, നമുക്ക് ചില മാന്യൂവേഴ്സും ഫെർട്ടിലൈസേഴ്സും മാത്രം ബൈ അറ്റ് ഇന്റർവെൽസ് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് അഡിഷൻ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് കമ്പാരിറ്റീവ്ലി ലെസ് കമ്പേഴ്സം ആണ്. അതുകൊണ്ട് ലാർജ് സ്കെയിൽ നമ്മൾ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുമ്പോൾ ഹൈഡ്രോപോണിക്സിന് ഡിപ്പെൻഡ് ചെയ്യാണ്ട് നമ്മൾ ലാൻഡിലാണ് ഗ്രോ ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് 8th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതോടെ നമ്മുടെ എന്ത് കഴിഞ്ഞു, NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് മിനറൽ ന്യൂട്രീഷനിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിവിഷൻ പോലെ ചെയ്യാൻ പോവാം. മിനറൽ ന്യൂട്രീഷൻ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഹൈഡ്രോപോണിക്സ് വെച്ചാണ്. അപ്പൊ ഹൈഡ്രോപോണിക്സിൽ ഇമ്പോർട്ടന്റ് എന്താണ്, ആരാണ് ഫസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്ന് അറിഞ്ഞിരിക്കുക, ജൂലിയസ് വോൺ സാക്സ്. ആ ഇയറും ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ്? 1860. ഇനി ഇതൊരു സോയിൽലെസ് കൾച്ചർ ആണ്. ആൻഡ് നമ്മൾ ഇതിനെ ഉപയോഗിച്ച് ഏതൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്തതെന്നും കൂടി അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏത്, ടൊമാറ്റോ, സീഡ്ലെസ് ക്യൂക്കംബർ ആൻഡ് ലെറ്റൂസ്. ഈ 3 നമ്മൾ ഹൈഡ്രോപോണിക്സ് വെച്ച് സക്സസ്ഫുള്ളി കൾട്ടിവേറ്റ് ചെയ്ത് തന്നെയാണ്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുക ഒരു പ്ലാന്റിന് എസെൻഷ്യൽ എലിമെന്റ്സ് ഏതൊക്കെയാണ് റിക്വയർഡ്, ആൻഡ് അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റംസിനെ കുറിച്ച് പഠിക്കുക. ആൻഡ് സോയിലിന് പകരം നമ്മൾ സോയിൽ ലെസ് കൾച്ചർ ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഗ്രോ ചെയ്യും ഇൻ ഹൈഡ്രോപോണിക്സ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് കണ്ടു, ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി കണ്ടിരുന്നു. ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റിന്റെ പോയിന്റ്സ് ഒക്കെ നമ്മൾ 3-4 ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്താണ്. ഇതിൽ MCQ പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടന്റ് എന്താണെന്ന് വെച്ചാൽ ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി കൊണ്ടുവന്നത് ആരാണ്? ആർനൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി കൊണ്ടുവന്നത്. ആൻഡ് ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് എത്ര എലമെന്റ്സിനെ കിട്ടി? 17 എസെൻഷ്യൽ എലമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ 17 എസെൻഷ്യൽ എലമെന്റ്സ് നമ്മൾ പല രീതിയിൽ വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ നോക്കാണ്. ഫസ്റ്റ് നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ബേസ്ഡ് ഓൺ
ക്വാണ്ടിറ്റി നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനി ക്വാണ്ടിറ്റി വെച്ച് ക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ഇൻടു മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ്. ഈ 17 എസെൻഷ്യൽ എലമെന്റ്സിനെ മാക്രോ മൈക്രോ ആയിട്ട് തിരിച്ചപ്പോൾ മാക്രോ ന്യൂട്രിയൻസിന് 9 എണ്ണം വന്നു, 17 ബാക്കി 8 എണ്ണം മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ടും വന്നു. ഇനി അതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടിരുന്നു. ഏതാണ് മാക്രോ ന്യൂട്രിയൻസിന്റെ എക്സാമ്പിൾ? സി, എച്ച്, ഒ, എൻ, പി, കെ, എസ്, എം, ജി, കാൽഷ്യം. ഈ 9 എണ്ണമാണ് മാക്രോ ന്യൂട്രിയൻസ് ആയിട്ട് കണ്ടത്. ഇനി ബാക്കിയുള്ള മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് കണ്ടത് അയൺ, സിങ്ക്, മാംഗനീസ്, ബോറോൺ, കോപ്പർ, മോളിബ്ഡിനം, ക്ലോറിൻ ആൻഡ് നിക്കൽ. ഈ 8 എണ്ണം മൈക്രോ ന്യൂട്രിയൻസ് ആയിട്ട് കണ്ടു. ഇത് ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്യുന്ന രീതി ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി. ഇനി സെക്കൻഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ റോൾ. ഇത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്താണ്. ആസ് സ്ട്രക്ചറൽ കോമ്പണന്റ്, അതായത് സ്ട്രക്ചറിനെ സംബന്ധിച്ചുള്ള എലിമെന്റ്സ്, എനർജി റിലേറ്റഡ് കോമ്പണന്റ്സ്, പിന്നെ എൻസൈം ആക്ടിവേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കോമ്പണന്റ്സ്, പിന്നെ മെയിൻ്റനൻസ് ഓഫ് ഓസ്മോട്ടിക് പൊട്ടൻഷ്യലിന് റിലേറ്റഡ് ആയിട്ടുള്ള കോമ്പണന്റ്സ്. ഇങ്ങനെയാണ് ബേസ്ഡ് ഓൺ റോൾ നമ്മൾ എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി എൻസൈം ആക്ടിവേഷൻ, ഇനി ഓരോ എലിമെന്റ്സ് ഓരോ ഫംഗ്ഷനിങ് രീതിയിൽ ഞാൻ എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. അതിൽ ഫസ്റ്റ് പറയാനുള്ളത് എൻസൈം ആക്ടിവേഷന് ഹെൽപ്പ് ചെയ്യുന്ന എലിമെന്റ്സ് എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ എൻസൈം ആക്ടിവേഷൻ പഠിച്ച എലിമെന്റ് ആണ് മാഗ്നീഷ്യം. ഇനി മാഗ്നീഷ്യം ഏതൊക്കെ എൻസൈംസിനാണ് ആവശ്യം വരുന്നത്? നമുക്കറിയാം കാർബോക്സിലേസ്, റുബിസ്കോലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലിമെന്റ് ആയിരുന്നു മാഗ്നീഷ്യം. നോട്ട് ഓൺലി റുബിസ്കോലും പെപ് കേസിലും ഇൻ ഫോട്ടോസിന്തസിസ്. റുബിസ്കോ, പെപ് കേസ്, ഇത് രണ്ടും വരുന്നത് ഏതാണ്? ഫോട്ടോസിന്തസിസിന്റെ കേസിലാണ്. ഇതിന് മാത്രല്ല ഹെക്സോകൈനേസിലും ആര് വേണം? നമ്മുടെ മാഗ്നീഷ്യം വേണം. ഹെക്സോകൈനേസ് വരുന്നത് ഏത് കോണ്ടെക്സ്റ്റിലാണ്? റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിലാണ് ഹെക്സോകൈനേസ് വരുന്നത്. അപ്പൊ മാഗ്നീഷ്യം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കണ്ടു. മാഗ്നീഷ്യം കഴിഞ്ഞ് നമ്മൾ ഏതാണ് കണ്ടത്? സിങ്ക് നമ്മൾ കണ്ടിരുന്നു. ഇതേപോലെ സിങ്ക് ഏതിലൊക്കെയാണ് വേണ്ടത്? ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസില് സിങ്ക് ആവശ്യമുണ്ട്. അതേപോലെ കാർബോക്സിലേസില് സിങ്ക് ആവശ്യമുണ്ട്. തേർഡ് എലിമെന്റ് എൻസൈം ആക്ടിവേഷനിൽ ഏതാണ്? മോളിബ്ഡിനം ഏതിനാണ്? നൈട്രജനേസ് എൻസൈമിന്റെ ഫംഗ്ഷനിങ്ങിന്. അതായത് ബേസിക്കലി നൈട്രജൻ മെറ്റബോളിസത്തിന്റെ കേസിലാണ് മോളിബ്ഡിനം നമ്മൾ കണ്ടത്. ഇതേപോലെ അയൺ കണ്ടിരുന്നു. അയണും ഏതിന്റെ എൻസൈമിനാണ്? ഇറ്റ് ആക്ടിവേറ്റ്സ് കാറ്റലേസ് എന്ന് പറയുന്ന എൻസൈം. അയൺ കൂടാണ്ട് അടുത്തത് മാംഗനീസ് ഏതിനാണ്? ഫോട്ടോലൈസിസ് ഓഫ് വാട്ടറിലും ഏത് വേണം? നമ്മുടെ മാംഗനീസ് വേണം. അപ്പൊ എൻസൈം ആക്ടിവേഷന്റെ രീതി നമ്മൾ പഠിച്ച മാഗ്നീഷ്യം കണ്ടു, സിങ്ക് കണ്ടു, മോളിബ്ഡിനം, അയൺ ആൻഡ് മാംഗനീസ് വിത്ത് റെസ്പെക്റ്റീവ് ഏതൊക്കെ എൻസൈംസ് ആണ് നമ്മൾ ജസ്റ്റ് കണ്ടു. ഇനി ക്രിട്ടിക്കൽ കെയർ ഓഫ് പ്ലാന്റ്സിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ക്രിട്ടിക്കൽ കെയർ? നമുക്കറിയാം ബിലോ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞ ടേം നമ്മൾ ക്രിട്ടിക്കൽ കെയർ കണ്ടിരുന്നു. അതാണ് എന്ത് ടേം ആണ് ഇതിന് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ പ്ലാന്റ്സിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ബിലോ ദ ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് റിട്ടാർഡഡ് ആവും ആൻഡ് ചില മോർഫോളജിക്കൽ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങും, വിച്ച് ഇസ് നോൺ ആസ് ഹങ്കർ സൈൻസ് എന്ന് പറഞ്ഞാൽ ഇനഫ് അല്ല നമ്മുടെ എലിമെന്റ്സിന് കാണിക്കുന്ന സൈൻസ്, ഹങ്കർ സൈൻസ് കാണിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഡെഫിഷ്യൻസി സിംറ്റംസിനെ നമ്മൾ കണ്ടതാണ്. ഏത് ഡെഫിഷ്യൻസി സിംറ്റംസിനെ നമ്മൾ കണ്ടിരുന്നു? 2 ടൈപ്പ് സിംറ്റംസ്. ഒന്ന് നെക്രോസിസ്, അതായത് നമ്മുടെ ഡെത്ത് നടക്കാണ് ഓഫ് ലീഫ് ടിഷ്യൂ. ഡെത്തിന്റെ കൂടെ തന്നെ നമ്മൾ വേറെന്ത് കണ്ടു? ക്ലോറോസിസ് എന്ന് പറയുന്ന ടേം നമ്മൾ കണ്ടിരുന്നു. ക്ലോറോസിസ് എന്താണ്? നമ്മുടെ ക്ലോറോഫിൽ ഡീജനറേറ്റ് ചെയ്യാണ്. അതിന്റെ പതുക്കെ ലാക്കും ആബ്സൻസ് ഒക്കെ വരാണ് ഇൻ പ്ലാന്റ്സ്, ലീഡിങ് ടു യെല്ലോയിങ് ഓഫ് ലീവ്സ്. അപ്പൊ ഡെഫിഷ്യൻസി സിംറ്റംസ് നമ്മൾ 2 ടൈപ്പ് കണ്ടു. ഇനി ക്ലോറോസിസ് കോസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് ആരൊക്കെയാന്ന് വെച്ചാൽ അത് നമുക്ക് പറയാൻ അറിഞ്ഞിരിക്കണം. ക്ലോറോസിസ് കോസ് ചെയ്യുന്ന മിനറൽസ് ഞാൻ ജസ്റ്റ് ഒന്ന് എൻലിസ്റ്റ് ചെയ്യാം. അത് അവരെന്തൊക്കെയാണ്? മോളിബ്ഡിനം, നൈട്രജൻ, പൊട്ടാഷ്യം, സിങ്ക്, അയൺ, സൾഫർ,
മാംഗനീസ്, മഗ്നീഷ്യം. ഇത്രയും ഞാൻ അണ്ടർലൈൻ ഇട്ടത് എലമെന്റിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൂട്ടി വായിക്കാണ്ടിരിക്കാനാണ്, സെപ്പറേറ്റ് ആണ് കാണിക്കാനാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ ക്ലോറോസിസ് കോസ് ചെയ്യും. MCQയുടെ ഏത് വേണമെങ്കിലും വരാം, ഓഡ് വൺ ഔട്ട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. അപ്പൊ ഇത് എല്ലാം അറിഞ്ഞിരിക്കണം. ഇതേപോലെ തന്നെ നെക്രോസിസ് കോസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത് ആരൊക്കെയാണ്? കോപ്പർ, പൊട്ടാഷ്യം, കാൽഷ്യം, മാഗ്നീഷ്യം. ഇത്രയും എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കാം. ഇനി നെക്സ്റ്റ് ഒരു MCQ ആയിട്ട് ഞാൻ പറയാണ്, ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ നടക്കുന്നത് ഏതൊക്കെ എലിമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷനിൽ ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്ന എലിമെന്റ്സ് ഏതൊക്കെയാണ്? മോളിബ്ഡിനം, നൈട്രജൻ, പൊട്ടാഷ്യം, സൾഫർ. ഇതൊക്കെ ഈ സെൽ ഡിവിഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഡിലേ ഇൻ ഫ്ലവറിംഗിൽ വരുന്ന എലിമെന്റ്സ് എന്തൊക്കെയാണ്? മോളിബ്ഡിനം, നൈട്രജൻ, സൾഫർ. ഇവിടെ പൊട്ടാഷ്യം കൂടെ കൂട്ടിയാൽ ആരായി? ഇൻഹിബിഷൻ സെൽ ഡിവിഷന്റെ വേണ്ടിയുള്ള എലിമെന്റ്സ് ആയി. പൊട്ടാഷ്യം ഇല്ലാണ്ട് ഡിലേ ഇൻ ഫ്ലവറിംഗ് കോസ് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ കണ്ടു, ഡെഫിഷ്യൻസി സിംറ്റംസ് കണ്ടു, ചില ബേസിക് പ്രോസസ്സിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന എലിമെന്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി ഞാൻ പറയുന്നത് എന്തിനെ പറ്റിയാണ്? നമുക്ക് എലമെന്റ്സ് നമ്മൾ അഗെയിൻ 2 ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആക്റ്റീവ്ലി മൊബിലൈസ് ആവാത്ത, അതായത് ഇമ്മൊബൈൽ. അപ്പൊ മൊബിലൈസ് ആവുന്ന എലമെന്റ് ഡെഫിഷ്യൻസി സിംറ്റംസ് ആദ്യം ഓൾഡ് ലീഫിലാണ് കാണുന്നത്. ഡെഫിഷ്യൻസി സിംറ്റം ഓൾഡ് ലീഫിൽ ഇനീഷ്യലി കാണും. ആൻഡ് ഇമ്മൊബൈൽ ആണെങ്കിൽ ഫസ്റ്റ് അപ്പിയർ ഇൻ യങ് ലീവ്സ്. ഈ കോൺസെപ്റ്റും അറിഞ്ഞിരിക്കണം. പിന്നെ ബോറോണിനെ കുറച്ച് കാര്യം പറയാനാണ്. ബോറോൺ എന്ന് പറയുന്ന എലമെന്റ് എങ്ങനെയാണ് അപ്ടേക്ക് നടന്നത്? ഇത് ഒരു പ്രാവശ്യം പ്രീവിയസ് ചോദിച്ചാണ് ബോറോണിനെ പറ്റി. ഇതിനെ അസിമുലേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ഏത് ഫോമിലാണ്? BO3 3- ആയിട്ടും B4O7 2- ആയിട്ടും ബോറോണിനെ നമ്മൾ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും പ്ലാന്റ്സ്. ഇനി ബോറോണിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. എന്താണ്? കാൽഷ്യം അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഇമ്പോർട്ടന്റ് റോള് ആര് പ്ലേ ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോറോൺ. ഇത് കൂടാണ്ട് തന്നെ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഷുഗർ. നമുക്കറിയാം സൂക്രോസ് ഉണ്ടാക്കി ഫ്ലോയിമിൽ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രാൻസ്ലൊക്കേഷൻ, ആ പ്രോസസ്സിനെ നമ്മൾ പ്രഷർ ഹൈപ്പോത്തിസിസ് തിയറി, മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് ഒക്കെ പഠിച്ചിരുന്നു. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. അതില് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഷുഗറിൽ നമുക്ക് ആര് വേണം? ബോറോൺ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് സെൽ ഇലോങ്ങേഷൻ വേണം. അതോടുകൂടി തന്നെ സെൽ ഡിഫറൻസിയേഷനും ബോറോൺ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, പോളൻ ജെർമിനേഷന് ആര് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്? ബോറോൺ ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് കൂടാണ്ട് ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നൊഡ്യൂൾ ഫോർമേഷൻ ഇൻ ലെഗുമിനസ് പ്ലാന്റ്സിലും ആര് ഇമ്പോർട്ടന്റ് റോൾ പ്ലേ ചെയ്യുന്നുണ്ട്? ബോറോൺ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ബോറോൺ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? ഏത് ഫോമിലാണ്? ആൻഡ് അതിന്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഷുഗർ, പോളൻ ജെർമിനേഷൻ ആൻഡ് കാൽഷ്യം അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ. ബാക്കി മറന്നാൽ ഇത് ഒരിക്കലും മറക്കരുത്. പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞ് പഠിച്ച കോൺസെപ്റ്റ് ടോക്സിറ്റിന്റെ കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം ഒരു നാരോ ഒപ്റ്റിമം റേഞ്ചിലാണ് ന്യൂട്രിയൻസ് വർക്ക് ചെയ്യുന്നത്, ഫങ്ഷനിങ് ചെയ്യുന്നത്. അതിൽ ലോ amount ആയാൽ ഡെഫിഷ്യൻസി വരും, അതിൽ എക്സസ് amount ആയാലും ടോക്സിറ്റി വരും. അപ്പോ വെൻ കെൻ വി സേ ഒരു എലമെന്റ് ടോക്സിക് ആവുകയാണെന്നുള്ളത് എപ്പോഴാണ് പറയാൻ പറ്റുക? വെൻ ആ മിനറലിന്റെ കോൺസെൻട്രേഷൻ എടുത്ത് നോക്കിയാൽ ആ പെർട്ടിക്കുലർ കോൺസെൻട്രേഷനിൽ നമ്മുടെ ടിഷ്യൂന്റെ വെയിറ്റ്, അതായത് ഡ്രൈ വെയിറ്റ് ഓഫ് ടിഷ്യൂ റെഡ്യൂസ് ചെയ്ത് വരാണ് വെൻ എ പെർട്ടിക്കുലർ എലമെന്റ് ഇസ് ടോക്സിക്. അതായത് മിനറൽ അയൺ കോൺസെൻട്രേഷൻ ദാറ്റ് റെഡ്യൂസസ് ഡ്രൈ വെയിറ്റ് ഓഫ് ടിഷ്യൂ ബൈ 10%. ഇങ്ങനെയാണ് ഒരു പെർട്ടിക്കുലർ പാരാമീറ്റർ വെച്ച് നമുക്ക് ടോക്സിക് ആണെന്ന് പറയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ പറയാം, ആ അയൺ കോൺസെൻട്രേഷൻ ആകുമ്പോൾ നമ്മുടെ ഡ്രൈ വെയിറ്റ് ഓഫ് ടിഷ്യൂ അബൌട്ട് 10% വരെ എന്ത് ലോസ് നടക്കാണ്.
ഇനി ടോക്സിറ്റി സിംറ്റംസ് നമ്മൾ ഓൾറെഡി കണ്ടു. ടോക്സിറ്റി സിംറ്റംസ് മോസ്റ്റ്ലി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈ എലമെന്റിന് ഇത്തരം ടോക്സിറ്റി സിംറ്റംസ് ആണ് ഇങ്ങനെ നമ്മൾ ക്ലോറോസിസ് നെക്രോസിസ് ഒക്കെ പറഞ്ഞിരുന്നു ഡ്യൂ ടു ഏതൊക്കെ എലമെന്റ്സ് ആണ്. പക്ഷെ ഈ ടോക്സിറ്റി വരുമ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, ഒരു എലമെന്റിന്റെ ടോക്സിറ്റി മറ്റ് എലമെന്റ്സിന് ഡെഫിഷ്യൻസി ആയിട്ട് അപ്പാരന്റ് ആവുന്നതുകൊണ്ട്. അപ്പോൾ ടോക്സിറ്റി സിംറ്റംസ് ആർ ജനറലി ഡിഫിക്കൾട്ട് ടു ഐഡന്റിഫൈ. അതുകൊണ്ട് കാരണം എന്താ, ചില സമയം ചില എലമെന്റ് എക്സസ് ആയാലും മറ്റുള്ള എലമെന്റ്സിന്റെ അപ്ടേക്കും അബ്സോർപ്ഷനും ഒക്കെ കുറയുന്നത് കൊണ്ട് മറ്റുള്ള എലമെന്റ്സിന്റെ ഡെഫിഷ്യൻസി സൈൻസ് ആയിരിക്കാം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിലാണ് നമ്മൾ ടോക്സിറ്റി ഓഫ് മാംഗനീസ് വിത്ത് പ്രോമിനന്റ് സിംറ്റംസ് ഓഫ് ബ്രൗൺ സ്പോട്സ് ആൻഡ് ക്ലോറോട്ടിക് വെയിൻസ് നമ്മൾ കണ്ടത്. മാംഗനീസ് ടോക്സിറ്റി ലീഡ്സ് ടു അയൺ, മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം ഡെഫിഷ്യൻസി. ഇത്രയും കാര്യം നമ്മൾ കണ്ടാണ്. അതിനുശേഷം നമ്മൾ ഓരോ മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റി സംസാരിച്ചിരുന്നു. ഏതൊക്കെ മാക്രോ ന്യൂട്രിയൻസിന്റെ മൈക്രോ ന്യൂട്രിയൻസിന്റെ ഓരോന്നിന്റെ ഫംഗ്ഷൻ. ഫോസ്ഫറസ് കണ്ടിരുന്നു, പൊട്ടാഷ്യം കണ്ടിരുന്നു, കാൽഷ്യം കണ്ടിരുന്നു, മാഗ്നീഷ്യം കണ്ടിരുന്നു, അയൺ, മാംഗനീസ്, കോപ്പർ, ബോറോൺ, മോളിബ്ഡിൻ ഒക്കെ നമ്മൾ കണ്ടിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ നൈട്രജൻ സൈക്കിൾ ആണ് കണ്ടത്. നൈട്രജൻ സൈക്കിളിൽ എങ്ങനെയാണ് സൈക്കിൾ ചെയ്യുന്നത്, അതായത് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ നമുക്കറിയാം N ട്രിപ്പിൾ ബോണ്ട് N ആയിരുന്നു. ആൻഡ് അബൌട്ട് 80% ഓഫ് നൈട്രജൻ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജന്റെ ഫോമിൽ ഡൈ നൈട്രജൻ ആയിട്ടാണ് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ കാണുന്നത്. പക്ഷെ ഇത് അബ്സോർബിൾ ഫോം അല്ല. ഇതിനെ അബ്സോർബിൾ ഫോമിലേക്ക് ആക്കുന്ന രീതിയിലാണ് നൈട്രജൻ സൈക്കിൾ നമ്മൾ കണ്ടത്. അവിടെയാണ് നൈട്രജൻ സൈക്കിൾ റെലവെന്റ് ആവുന്നത്. അപ്പൊ നൈട്രജൻ ഫിക്സേഷൻ നമ്മൾ പല രീതിയിലുണ്ട്. അറ്റ്മോസ്ഫിയറിക് ഉണ്ട്, ബയോളജിക്കൽ ഉണ്ട് എന്നൊക്കെ കണ്ടിരുന്നു. അതിൽ നമ്മൾ പഠിച്ചത് ബയോളജിക്കൽ ആയിരുന്നു. ബാക്ടീരിയ എങ്ങനെയാണ് ബാക്ടീരിയയുടെ ഹെൽപ്പോടെ നൈട്രജനെ അമോണിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആൻഡ് അതിന് ആവശ്യമുള്ള എൻസൈം ലൈക്ക് നൈട്രോജനേസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ, ഈ ക്ലാസിഫിക്കേഷൻ, ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആണ്. ഫ്രീ ലിവിംഗ് ഉണ്ട്, സിംബയോട്ടിക് ഉണ്ട്. ഫ്രീ ലിവിംഗിൽ എയറോബിക് ഉണ്ട്, അനേറോബിക് ഉണ്ട്. ഇനി എയറോബിക്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടിരുന്നു? അസോട്ടോബാക്ടർ, എസോസ്പൈറിലം, ബേജറിനെക്കിയ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലൂടെ ഞാൻ ആഡ് ചെയ്യാണ്. എയറോബിക്, ഫ്രീ ലിവിംഗ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സേഴ്സ്. ഇനി അനേറോബിക്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടിരുന്നു? റോഡോസ്പൈറിലം കണ്ടിരുന്നു, ക്ലോസ്ട്രിഡിയം കണ്ടിരുന്നു. ഇനി റോഡോസ്പൈറിലം എങ്ങനെയാണ്? അതൊരു ഓട്ടോട്രോഫ് ആണ്. പക്ഷെ ക്ലോസ്ട്രിഡിയം എങ്ങനെയാണ്? അതൊരു ഹെറ്ററോട്രോഫ് ആണ്. ഇതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി സിംബയോട്ടിക്കിൽ നമ്മൾ കണ്ടിരുന്നു റൈസോബിയം, ഫ്രാങ്കി നമ്മൾ കണ്ടിരുന്നു. റൈസോബിയം റൂട്ട് നോഡ്യൂൾസിലാണ്. പിന്നെ ഫ്രാങ്കിയെ നമ്മൾ എപ്പോഴാണ് കണ്ടത്? ആൽനസിന്റെ, അതായത് നോൺ ലെഗ്യുമിനസ് പ്ലാന്റ്സിന്റെ റൂട്ടില് ഫ്രാങ്കിയ വന്നിക്കും. എക്സാമ്പിൾ നോൺ ലെഗ്യുമിനസ് പ്ലാന്റ്സ് ലൈക്ക് ആൽനസ്, കാഷ്വാരിന, ഇവരുടെ ഒക്കെ എങ്ങനെ റൂട്ട് നോഡ്യൂൾസില് ഫ്രാങ്കിയ എന്ന് പറയുന്ന ബ്ലൂ ഗ്രീൻ ആൽഗെ വന്ന് എന്ത് ചെയ്യും? നൈട്രജൻ ഫിക്സ് ചെയ്യും. ഇതും സിംബയോട്ടിക്കിന്റെ എക്സാമ്പിൾ ആണ് ഈ നോൺ ലെഗ്യുമിനസ് പ്ലാന്റ്സ്. ലെഗ്യുമിനസ് പ്ലാന്റ്സിലാണെങ്കിൽ നമുക്ക് റൈസോബിയം പറയാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ നൈട്രജൻ ഫിക്സേഴ്സ് ആയിട്ട് എന്ത് പഠിച്ചിരുന്നു? കുറച്ച് സൈനോ ബാക്ടീരിയന് പഠിച്ചിരുന്നു. സൈനോ ബാക്ടീരിയസ് നൈട്രജൻ ഫിക്സേഴ്സ് പഠിച്ചിരുന്നു. അതിൽ ഫ്രീ ലിവിംഗ് ആയിട്ട് സൈനോ ബാക്ടീരിയനെ കണ്ടത് ഏതാണ്? നോസ്റ്റോക്ക്, അനബീനെ ഒക്കെ ഫ്രീ ലിവിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സൈനോ ബാക്ടീരിയന്റെ ടേബിളും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ വരച്ചിട്ട് അതൊന്നും കൂടി വരക്കാണ്. സൈനോ ബാക്ടീരിയം എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? ഫ്രീ ലിവിംഗ് ആയിട്ടും കാണാൻ പറ്റും, സിംബയോട്ടിക് ആയിട്ടും കാണാൻ പറ്റും. ഓളോസിനെ നമുക്ക് പറയാൻ പറ്റും, ടോളിപ്പോത്രിക്സ് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇത് രണ്ടും ഇൻ പാഡി ഫീൽഡ്സ്, ഇതും കൂടി ഓർത്ത് നോക്കുക. പാഡി ഫീൽഡ്സിലാണ് ക്വസ്റ്റനിൽ പാഡി ഫീൽഡ്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ടെങ്കിൽ ഓളോസിനെയും ടോളിപ്പോത്രിക്സിനെയും മാർക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇനി അക്വാട്ടിക് എക്കോസിസ്റ്റം ആണ് ചോദിക്കുന്നതെങ്കിൽ ട്രൈക്കോ ഡെസ്മിയം. ഇനി അല്ലാണ്ട് ചില ഫ്രീ ലിവിംഗിന്റെ എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നോസ്റ്റോക്ക്, അനബീന. ഇനി സിംബയോട്ടിക്കിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഓൾറെഡി കണ്ടിരുന്നു,
നോസ്റ്റോക്ക് സിംബയോട്ടിക്കും ആണ്, ഫ്രീ ലിവിംഗും ആണ്. സിംബയോട്ടിക് ആണെങ്കിൽ നോസ്റ്റോക്കിന്റെ സിംബയോട്ടിക് ആണെങ്കിൽ നമുക്ക് വിത്ത് ആന്തോസീറസ് നമുക്ക് കാണാൻ പറ്റും. വിത്ത് ആന്തോസീറസ്. ഇനി അടുത്തത് അനബീന. ഇൻ കേസ് ഇറ്റ് ഇസ് സിംബയോട്ടിക് നമുക്ക് ആരുമായിട്ടൊക്കെ കാണാൻ പറ്റും? സൈക്കസിന്റെ ഫ്രൂട്ട്സിൽ കാണാൻ പറ്റും, അസോളിന്റെ ലീവ്സിൽ കാണാൻ പറ്റും. അപ്പൊ സൈനോബാക്ടീരിയന് ഈ ടേബിളും കൂടി ജസ്റ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ കണ്ടു? ഈ സൈനോബാക്ടീരിയന്റെ ടേബിളും അറിഞ്ഞിരിക്കുക, ഈ നൈട്രജൻ ഫിക്സേഷൻ ജനറൽ ടേബിളും അറിഞ്ഞിരിക്കുക. ഇത് കഴിഞ്ഞ് നമ്മൾ കണ്ടിരുന്ന നൈട്രിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. നമ്മുടെ അമോണിയ ഉണ്ടായിരുന്നു, അമോണിയനെ ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ വഴി. അത് കഴിഞ്ഞ് ചില നൈട്രിഫൈങ് ബാക്ടീരിയ വിച്ച് ആർ കീമോ ഓട്ടോട്രോഫിക് ഇൻ നേച്ചർ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അത് ഓട്ടോട്രോഫിക് അല്ല, ഫോട്ടോ ഓട്ടോട്രോഫിക് അല്ല, കീമോ ഓട്ടോട്രോഫിക് ആണ്. ആൻഡ് ഈ നൈട്രിഫൈങ് ബാക്ടീരിയയുടെ സഹായത്തോടു കൂടി ഉണ്ടായി വന്ന അമോണിയനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് നൈട്രൈറ്റും നൈട്രേറ്റും ആക്കുകയാണ്. ആൻഡ് ഫസ്റ്റ് നൈട്രൈറ്റ് ആവുന്ന ഇതില് ഏതൊക്കെ ബാക്ടീരിയ കണ്ടു? നൈട്രോകോക്കസ്, നൈട്രോസോമോണാസ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നൈട്രോസിസ്റ്റസും നൈട്രോബാക്ടറും നൈട്രേറ്റ് ഫോർമേഷൻ ആണ് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് അമോണിഫിക്കേഷൻ കണ്ടിരുന്നു. അമോണിഫിക്കേഷൻ എങ്ങനെയാണ്? അമോണിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയന്റെ കൂട്ടത്തിൽ നമ്മൾ ബാസിലസ് വൾഗാരിസും ബാസിലസ് റാമോസസും കണ്ടിരുന്നു. ബാസിലസ് വൾഗാരിസും ബാസിലസ് റാമോസസും നമ്മൾ അമോണിഫിക്കേഷന്റെ കേസിൽ പഠിച്ചതാണ്. ഇനി ഡെഡ് ആയിട്ടുള്ള ഡീക്കേഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യും? അമോണിയനെ സോയിലിലേക്ക് റിലീസ് ചെയ്യും. ഈ പ്രോസസ്സിനാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ബാസിലസ് വൾഗാരിസും ബാസിലസ് റാമോസസും. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ഇത് പഠിച്ചത് ഡീനൈട്രിഫിക്കേഷൻ ആണ്. അതായത് നൈട്രേറ്റും നൈട്രൈറ്റും ഒക്കെ ആയിട്ടാണ് ഫൈനലി നൈട്രജൻ ഫിക്സേഷൻ നടന്നത്. ഇത് റിവേഴ്സൽ നടക്കാണ്. നൈട്രൈറ്റ് ആവുന്നു, അത് NO ആയി ഫൈനലി N2 ആയിട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ആയിട്ട് തിരിച്ച് റിലീസ് ചെയ്യാണ് ടു ദി അറ്റ്മോസ്ഫിയർ. ഇതിനെയാണ് നമ്മൾ ഡീനൈട്രിഫിക്കേഷൻ എന്ന് കണ്ടത്. ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ അഗൈൻ ഏതൊക്കെയാണ്? സൂഡോമോണസ്, തയോബാസിലസ്. ഇത് ഈ രണ്ടും മാറിപ്പോരുത്. ഡീനൈട്രിഫിക്കേഷൻ ആണ് സൂഡോമോണസ്, തയോബാസിലസ്. അമോണിഫിക്കേഷൻ ആണ് വൾഗാരിസും റാമോസസും അറിഞ്ഞിരിക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോഡ്യൂൾ ഫോർമേഷൻ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, റൂട്ടിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ആര് കയറി വരുന്നത്, റൈസോബിയം കയറി വരുന്നത്, ആൻഡ് ഫൈനലി നോഡ്യൂൾ ഫോം ചെയ്ത് ഫിക്സ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ അമോണിയ വരെ ഉണ്ടാക്കി വെച്ചിരുന്ന നൈട്രജൻ ഫിക്സേഷൻ, അമോണിയ എന്ത് ചെയ്തു? ഇനി എങ്ങനെയാണ് പ്ലാന്റ്സ് അസിമിലേറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ട്രാൻസാമിനേഷനും റിഡക്റ്റീവ് ആമിനേഷനും കണ്ടിരുന്നു. റിഡക്റ്റീവ് ഡിയാമിനേഷനും ട്രാൻസാമിനേഷനും കണ്ടിരുന്നു. അതൊരു ക്വസ്റ്റ്യനും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫേറ്റ് ഓഫ് അമോണിയന്റെ താഴെ നമ്മൾ ഇതും കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റും കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. അമൈഡ്സ് ആയിട്ടും യൂറേറ്റ്സ് ആയിട്ടും ഇവര് എങ്ങനെ ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നുണ്ട് ഇൻ പ്ലാന്റ്സ്. ആര്? നമ്മുടെ ഉണ്ടായി വന്ന അമിനോ ആസിഡ്. അപ്പോ ഈ യൂറേറ്റ്സ് ഇവരുടെ പ്രത്യേകത എന്താ? ഹൈ നൈട്രജൻ ടു കാർബൺ റേഷ്യോ ഉള്ളവരാണ് യൂറേറ്റ്സും അമൈഡ്സും. ഇതിന് യൂറേറ്റ്സിനെ പറ്റി പറയാനാണെങ്കിൽ യൂറേറ്റ്സ് ആർ ഡീഗ്രേഡഡ് യൂറിയനെ ഡീഗ്രേഡ് ചെയ്ത ഫോമിനെയാണ് നമ്മൾ യൂറേറ്റ്സ് എന്ന് പറയുന്നത്. ലെഗുമിനസ് പ്ലാന്റ്സിൽ നമ്മുടെ നൈട്രജൻ എന്ത് ചെയ്യാണ്? നോഡ്യൂൾസിനെ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന മോഡ് ആണ് ആസ് യൂറേറ്റ്സ്. ഇൻ ലെഗുമിനസ് പ്ലാന്റ്സ് nitrogen is exported out of nodule in the form of യൂറേറ്റ്സ്. ആൻഡ് ഈ യൂറേറ്റ്സിന് അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ നൈട്രജൻ ടു കാർബൺ റേഷ്യോ. ഇത്രയും വരെയാണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തത്. ഏറ്റവും ലാസ്റ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ അമൈഡ്സും യൂറേറ്റ്സും ആയിട്ടും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഡീഗ്രേഡഡ് യൂറിയ ആണ്. ലെഗുമിനസ് പ്ലാന്റ്സിൽ നോഡ്യൂളിന്റെ പുറത്തേക്ക് നൈട്രജൻ എക്സ്പോർട്ട് ചെയ്യുന്ന ഫോമാണ് യൂറേറ്റ്സ് ആൻഡ് ഇറ്റ് ഹാസ് ഹൈ നൈട്രജൻ ടു കാർബൺ റേഷ്യോ. ഇതാണ് ആ പോയിന്റ്. അമൈഡ്സ് ആൻഡ്
amides and urics are also formed, which are exported to other plant parts through transpiration stream from the root nodules. This is because they have a high nitrogen to carbon ratio. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഹൈഡ്രോപോണിക്സിന്റെ എക്സാമ്പിൾസ്, ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി കൊണ്ടുവന്നത്. ഇതിൽ തന്നെ പോസിബിൾ MCQs കുറേ ഉണ്ട്. എസെൻഷ്യൽ എലിമെന്റ്സിന്റെ എക്സാമ്പിൾ, അവരുടെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ റോൾ, എൻസൈം ആക്ടിവേഷന് വേണ്ട ഏതൊക്കെ എൻസൈംസ് ആണ്, ക്രിട്ടിക്കൽ കോൺസെൻട്രേഷൻ, അതിന്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് വിത്ത് അതിന്റെ എക്സാമ്പിൾസ്, മൊബൈൽ എലിമെന്റ്സ്, ഇമ്മൊബൈൽ എലിമെന്റ്സിന്റെ കോൺസെപ്റ്റ്, ബോറോന്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ടോക്സിറ്റി എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്നുള്ളത്. ഇത്രയാണ് നമ്മുടെ ഏത് ചാപ്റ്റർ, മിനറൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉള്ളത്. താങ്ക് യു.